നമസ്കാരം. നമ്മളിന്ന് പുതിയൊരു വീഡിയോയിലേക്കാണ് പോകുന്നത്. സ്വർണത്തിന് ദിവസവും വില വർദ്ധിച്ചു വരികയാണ്. സ്വർണത്തിന് വില വർദ്ധിക്കുമ്പോൾ അതിൻ്റെ പണിക്കൂലി വർദ്ധിച്ചു വരികയാണ്. ഈ പണിക്കൂലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം ഞാൻ പറയാം. പണ്ട് ഈ സ്വർണം അത് ആഭരണങ്ങളാക്കി മാറ്റിയിരുന്നത് വിശ്വകർമ്മ സമുദായത്തിലെ ഗോൾഡ് സ്മിത്ത് എന്ന വിഭാഗമാണ്. ഇപ്പോഴും സ്വർണത്തിൻ്റെ പണി ചെയ്യുന്നത് പാരമ്പര്യമായിട്ട് അവർ തന്നെയാണ് ചെയ്യുന്നത്. അന്ന് നമ്മളൊരു ഒരു സ്വർണം കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ വിവാഹത്തിന്റെ ആവശ്യമാണെങ്കിലും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇവർ അത് പല ദിവസങ്ങൾ ഇരുന്ന് പണിത് ആണ് ഒരു ഉരുപ്പടിയാക്കി എടുക്കുന്നത്. ചിലപ്പം പഴയ കുറച്ച് ആഭരണങ്ങൾ കൊണ്ട് കൊടുക്കുമ്പോൾ അത് പുതിയ മോഡലിൽ അവർ പണിത് തരാറുണ്ട്. അപ്പോൾ അതിന് ഒരു ചാർജ് ഈടാക്കും. ചിലപ്പോൾ ഒരു 5 ദിവസത്തെ പണി വരുമെന്നുണ്ടെങ്കിൽ 5 ദിവസത്തെ ചാർജ് ഈടാക്കും. അങ്ങനെ അതും കൂടെ ചേർത്താണ് സ്വർണത്തിന്റെ വില മൊത്തത്തിൽ ഫിക്സ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കടകളിൽ സാധനം മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു പവന്റെ സ്വർണം ഏകദേശം 65,000 രൂപ മുകളിലായി. ഒരു 65,000 രൂപ ഒരു പവന്റെ വില 65,000 രൂപയാണെങ്കിൽ നമ്മൾ ആ ഒരു പവന്റെ തൂക്കം വരുന്ന ഒരു മാലയാണ് മേടിക്കുന്നത്. നല്ല മോഡലുള്ള ഒരു മാല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-10,000 രൂപയോളം തന്നെ അതിന്റെ പണിക്കൂലിയായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല പണിക്കുറവ്. ഈ സ്വർണം ഈ ഉരുക്കി പണിയുമ്പോഴൊക്കെ കുറച്ച് നഷ്ടങ്ങളൊക്കെ വരാം. അപ്പൊ അതാണ് പണിക്കുറവെന്ന രീതിയിൽ അതും കൂട്ടുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയാണ് ഇന്ന് നമ്മൾ ഒരു സ്വർണ്ണക്കടയിൽ ഒരു പവന്റെ ഒരു മാല മേടിക്കാൻ പോയി കഴിഞ്ഞാൽ സ്വർണത്തിന്റെ വില, ഇന്നത്തെ വില, പത്രത്തിലുള്ള ഇന്നത്തെ വില ഇട്ടതിന് ശേഷം അതിനകത്ത് ഇതിന്റെ പണിക്കൂലി, പണിക്കുറവ്, അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ ഇട്ടാണ് നമുക്ക് ഒരു പവന്റെ ഒരു മാല നമുക്ക് മേടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു പവന്റെ ഒരു മാല മേടിക്കുമ്പോൾ സ്വർണ്ണവില 65,000 ആണെന്നുണ്ടെങ്കിൽ ഒരു 75,000, അതിനപ്പുറത്തോട്ടൊരു വില ആവാം. അത്രയും നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഈ വൻകിട സ്വർണ്ണ വ്യാപാരികൾ, സ്വർണ്ണ മുതലാളിമാര്, വലിയ സ്വർണ്ണക്കട നടത്തുന്നവർക്ക് സ്വന്തമായിട്ട് ഇന്ന് ഈ സ്വർണം ആഭരണമാക്കി മാറ്റാനുള്ള ഉപകരണങ്ങളുണ്ട്. നമ്മൾ അത്രത്തോളം ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇന്നിപ്പം ഈ ഒരു ഗോൾഡ് സ്മിത്ത് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലിരുന്ന് സ്വർണം പണിയേണ്ട ഒരു സാഹചര്യം ഇന്നില്ല. ഇതെല്ലാം മിഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഓട്ടോമാറ്റിക് മെഷീനുകളൊക്കെ ഒരുപാട് ഇന്ന് ഇത്തരത്തിലുള്ള മുതലാളിമാരുടെ ഒക്കെ പക്കലുണ്ട്. അവർ ഈ മെഷീൻ മേടിച്ചിട്ട് സ്വർണം അതിനകത്ത് ആവശ്യമായ തൂക്കത്തിലുള്ള സ്വർണം ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ഡിസൈനിലുള്ള ഈ ആഭരണങ്ങൾ പണിതെടുക്കാൻ പറ്റും. അത് നിമിഷങ്ങൾ, ചിലപ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ കൊണ്ട് അവർക്ക് ഒരു ആഭരണം ആക്കിയെടുക്കാൻ അവർക്ക് സാധിക്കും. പക്ഷേ ഈ ആഭരണങ്ങൾ ഇത്രയും ഈസി ആയിട്ട്, ഇത്രയും ചെലവ് കുറഞ്ഞ രീതിയിൽ ആഭരണങ്ങളാക്കി എടുക്കുമ്പോൾ തന്നെ അവർ ഈടാക്കുന്ന ചാർജ് പഴയ ചാർജസ് ആണ്. വലിയൊരു ചാർജസ് ആണ് ഇവരിത് ഈടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ സ്വർണം കടയിൽ നിന്ന് മേടിക്കുമ്പോൾ പഴയ ഒരു ഗോൾഡ് സ്മിത്ത് എത്ര പണിക്കൂലിയാണോ ഈടാക്കുന്നത് അതിനനുസരിച്ചുള്ള വിലയാണ്, അതിനനുസരിച്ചുള്ള ചാർജാണ് സ്വർണത്തിന്റെ പണിക്കൂലിയായിട്ട് ഈ വൻകിട മുതലാളിമാർ ഈടാക്കുന്നത്. അവരാണ് ഈ പറയുന്ന കൊച്ചു കടകളിലേക്ക് ഈ സ്വർണം കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കടകളിൽ ഈ സ്വർണങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതിനകത്ത് യാതൊരു റോളും ഇല്ല. അവർക്ക് കിട്ടുന്നത് ഇന്ന് ഒരു ചെറിയൊരു ലാഭം എടുത്തിട്ടുകൊണ്ടാണ് അവരിത് വിൽക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിന്റെ ലാഭമെല്ലാം എത്തിച്ചേരുന്നത് വൻകിട മുതലാളിമാരുടെ കയ്യിലാണ്. ഇനി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, ഈ സാധാരണക്കാര് സ്വർണം വിൽക്കാൻ പോകുമ്പോൾ ഈ സ്വർണങ്ങൾ ഈ വൻകിട മുതലാളിമാരുടെ കടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ സ്വർണം എടുത്തിട്ട് പത്രവില അവർ ഈടാക്കും. പത്രവില ഈടാക്കി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതൊക്കെ അങ്ങ് പഴയ സ്വർണത്തിൽ പോയി പിന്നെ പുതിയ സ്വർണമായിട്ടൊക്കെ വരുമെന്ന് വിചാരിക്കും. പക്ഷേ ഭൂരിപക്ഷവും അങ്ങനെയല്ല. ഈ പഴയ സ്വർണം തന്നെ അത് ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പുതിയ സ്വർണമായിട്ട് മാറും. അപ്പോൾ അതിനകത്തും അവർക്ക് പണിക്കൂലിയും പണിക്കുറവും ഒന്നും അവർക്ക് ചെലവാകുന്നില്ല. പക്ഷേ അവർക്ക് ആ പണിക്കൂലിയും ഒക്കെ ഇതിൽ നിന്ന് തന്നെ അവർക്ക് ഇതിന്റെ മുകളിൽ ചുമത്തിയായിരിക്കും അവർ അത് വിൽപ്പന നടത്തുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു വിഷയം അവതരിപ്പിച്ചത് ഇതൊന്നും ആരുടെയും ശ്രദ്ധയിൽ വരാത്ത കാര്യം പണ്ട് മുതലേ നമ്മൾ സ്വർണത്തിന്റെ പണിക്കൂലി കൊടുത്തോണ്ട് വരുന്ന ഒരാൾക്കാരാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സ്വർണം ഇപ്പൊ കൈകൊണ്ടല്ല പണിയുന്നത്, മറിച്ച് ഇതെല്ലാം മിഷൻ വർക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വർണത്തിന്റെ പണിക്കൂലിയായിട്ട് ഇത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് കൊടുക്കേണ്ടതായിട്ടില്ല.
വർഷങ്ങളായിട്ട് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നിയമനിർമ്മാണത്തിന്റെ ആവശ്യമുണ്ട്. കാര്യം ഈ ഒരു കാര്യം നമ്മുടെ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ ഇതുവരെ വന്നിട്ടില്ല. ഒരുപക്ഷെ വന്നിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം അത് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാത്തതാണോ എന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം കൂടെ പറയട്ടെ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പല ആൾക്കാരും പോകാറുണ്ട്. അവിടെ ചെന്ന് നമ്മൾ ഒരു ഗോൾഡ് ഷോപ്പിൽ പോയി 1 പവന്റെ ഒരു മാല വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1 പവന്റെ എന്തെങ്കിലും ഒരു ആഭരണം, അത് എത്ര പവന്റെ മേടിച്ചാലും നമ്മുടെ പത്രത്തിൽ എത്ര രൂപയാണോ അന്ന് സ്വർണത്തിന്റെ വില, ആ വില മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആഭരണം നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ അത് എന്തുകൊണ്ട് നമ്മളെ നാട്ടിൽ ആയിക്കൂടാ? അപ്പോൾ നമ്മളെ നാട്ടിൽ എങ്ങനെയൊക്കെ മനുഷ്യനെ പറ്റിക്കാം, എങ്ങനെയൊക്കെ മനുഷ്യനെ പറ്റിച്ച് ലാഭമുണ്ടാക്കാം എന്നൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇന്നും നമ്മൾ ഈ സ്വർണത്തിന് മെഷീൻ കട്ടിങ് വരുന്ന സ്വർണത്തിന് പോലും നമ്മൾ ഇന്ന് ഗോൾഡ് സ്മിത്ത് ദിവസങ്ങളോളം പണിയുന്ന ഒരു ആഭരണമാക്കി മാറ്റുന്ന അതിനുള്ള ചാർജ് ഈടാക്കിയെടുക്കുന്നത്. ഇത് വൻ പറ്റിപ്പാണ്. ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഭരണാധികാരികൾ തന്നെ ഇതൊന്ന് ശ്രദ്ധിക്കുകയും വേണം. ഇതിന് ഒരു നിയമം കൊണ്ടുവരികയും നിയമത്തിലൂടെ ഇത്തരത്തിലുള്ള കൊള്ള തടയാനുള്ള സംവിധാനം നടത്തുകയും വേണം. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാക്സിമം ഇത് ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.